ഹലോ ഗൈസ്, ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് പൊള്ളാച്ചി മാസാനിയമ്മൻ കോയിലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പെരുവമ്പ് വഴിക്കാണ് പോയത് ഗൈസ്. അടിപൊളി സീനറി, പറഞ്ഞാൽ അടിപൊളി സീനറിയാണ്. പിന്നെ ഞങ്ങളിത് അവിടെ എത്തി, പൊള്ളാച്ചി എത്തി. നല്ല റെസ്റ്റ് എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ചായയും പരിപ്പടയും കഴിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണിത്. തേൻ മിഠായി പറയും. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഞങ്ങളിത് അങ്ങനെ യാത്ര ചെയ്തു. പൊള്ളാച്ചി എത്തി ഗൈസ്, മാസാനിയമ്മൻ കോയിലെത്തിയിരിക്കുന്നു. അപ്പോൾ ഞാനൊരു സാധനം കണ്ടു, 90s കിഡ്സ്. നമ്മൾ പണ്ട് ഉപയോഗിക്കുന്ന മിഠായിയും അതേപോലെ കളിസാധനവും ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അതെനിക്ക് വളരെ ഇഷ്ടമായി, കാരണം നമ്മുടെ മെമ്മറീസൊക്കെ തിരിച്ചു കിട്ടിയ പോലെ. പിന്നെ ഞാനിവിടെ നിന്ന് ഞങ്ങൾ നേരെ പൂജാ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു കടയിലേക്ക് പോയി. കുറേ പേര് ഇങ്ങനെ വിളിച്ചു വരും പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, കുറേ പൈസ കുറേ ഈടാക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റുന്ന അങ്ങനെ വിളിക്കാത്ത കടയിലേക്ക് പോയി സാധനം മേടിക്കുകയാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ പിന്നെ ഞങ്ങളിത് പൂജാ സാധനങ്ങളൊക്കെ മേടിച്ചു. എന്നിട്ട് ഞങ്ങളത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ കുറേ പേര് ഈ ചെറുനാരങ്ങ ഒഴിഞ്ഞ് വെച്ചിട്ട് അവിടെ ഇങ്ങനെ കുത്തി ഇതാക്കുകയാണ്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നല്ല അത്ഭുതം തോന്നി ഗൈസ്. പിന്നെ ഞങ്ങൾ നേരെ ഞാനൊരു ചെറിയ ചെറുനാരങ്ങ മാലയൊക്കെ മേടിച്ചു. പിന്നെ അവിടെ ഒരു ചീട്ട് തരുന്നുണ്ട് ഗൈസ്. അത് നമ്മൾ എന്ത് പ്രാർത്ഥിച്ച് എഴുതി അവിടെ വെച്ചാലും അത് സംഭവിക്കുന്നതാണ് അവർ പറയുന്നത്. അവിടുത്തെ ഐതിഹ്യമാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും എഴുതി വെച്ചു, എന്നിട്ട് തൊഴുതു. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന സമയത്താണ് ഈ ഒരു കാഴ്ച കണ്ടത്. നല്ല രസമായിരുന്നു എന്തായാലും. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഹോട്ടലിലൊന്നും കയറിയില്ല. ഞങ്ങൾ കുറച്ച് ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ റോഡിൻ്റെ സൈഡിൽ നല്ല വൈബാണ് ഗൈസ്. ഇതുപോലെ നിന്ന് കഴിക്കാനൊക്കെ നല്ല ഇതുണ്ട്, രസമായിരുന്നു. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഞങ്ങൾ നേരെ പാലക്കാടിലേക്ക് വിട്ടു ഗൈസ്. ബൈ.